ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് മെത്തേഡ്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നത്? 3 ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്: സ്റ്റാർവേഷൻ, ബ്ലാങ്കറ്റിംഗ് ഓർ സ്മൂത്തറിംഗ്, കൂളിംഗ്. ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത 3 മെത്തേഡ്സ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അതായത് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയെന്നാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടൈപ്പാണ്, എങ്ങനെയാണ് അതെന്നൊക്കെ നോക്കാം. ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. തിയേറ്ററുകളിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിലും അല്ലെങ്കിൽ പല കടകളിലും പോകുമ്പോൾ അവിടെ ഒരു ചുവന്ന കളറുള്ളൊരു സിലിണ്ടർ പോലുള്ളൊരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അപ്പോൾ തീ അണയ്ക്കുന്നതിന് വേണ്ടി നമ്മളിത് പല ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ തീയും ഒരേ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഈ വസ്തു ഉപയോഗിച്ച് നമുക്ക് അണയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പ്രത്യേകം ഓരോ തീ അണയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയേഴ്സ്, അതായത് ഓരോ തീയിനെയും അല്ലെങ്കിൽ ഓരോ ഫയറിനെയും നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തീയും നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ തീയും നമുക്ക് ഒരേ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ച് അണയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ടൈപ്പായ എക്സ്റ്റിങ്ക്വിഷിംഗ് മെത്തേഡ്സ് നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്ന്. അപ്പോൾ നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ പ്രൈമറി അല്ലെങ്കിൽ ആദ്യത്തെ അടിസ്ഥാന ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. പ്രൈമറി ക്ലാസിഫിക്കേഷൻ: ഗ്യാസ് കാർട്രിഡ്ജ് ടൈപ്പ്, സ്റ്റോർഡ് പ്രഷർ ടൈപ്പ്. അപ്പോൾ ആദ്യം പ്രൈമറി ക്ലാസിഫിക്കേഷനിൽ വരുന്ന 2 ടൈപ്പാണ് ഗ്യാസ് കാർട്രിഡ്ജ് ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റോർഡ് പ്രഷർ ടൈപ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ നിന്നും ആ എക്സ്റ്റിങ്ക്വിഷിംഗ് പദാർത്ഥം, ആ സബ്സ്റ്റൻസ് എങ്ങനെ പുറത്തേക്ക് വരുന്നു, അതായത് ഫൈൻ സ്പ്രേ ആയിട്ടാണോ അല്ലെങ്കിൽ ഫോം രൂപത്തിലാണോ, എങ്ങനെയാണോ അത് എക്സ്റ്റിങ്ക്വിഷറിൽ നിന്നും വെളിയിലേക്ക് വരുന്നത്, അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൻ്റെ ഓരോ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലും അല്ലെങ്കിൽ ഓരോ ക്ലാസ് ഫയറിനും നമ്മൾ വെവ്വേറെ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഏജൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ്. ഫസ്റ്റ് വൺ ഫോം ഓർ വാട്ടർ ഫിൽഡ് ടൈപ്പ്, സെക്കൻഡ് വൺ ഡ്രൈ പൗഡർ ടൈപ്പ്, തേർഡ് വൺ കാർബൺ ഡയോക്സൈഡ് ടൈപ്പ്, ഫോർത്ത് വൺ ഹാലൻ ടൈപ്പ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ. വാട്ടർ ആൻഡ് ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് extinguish the fire by taking away the heat element of the fire triangle. Foam agents also separate the oxygen element from the other elements. Water extinguishers are for class A fires only. They should not be used on class B or class C fires. The discharge stream could spread the flammable liquid in a class B fire or could create short circuit hazard ഓൺ എ ക്ലാസ് സി ഫയർ. എന്താണ് വാട്ടർ ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്? നമുക്ക് ഫയർ ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയർ ട്രയാങ്കിൾ ഹീറ്റ്, കമ്പസ്റ്റബിൾ മെറ്റീരിയൽ, ഓക്സിജൻ. ഇതിൽ ഈ 3 ഘടകങ്ങളിൽ നിന്നും ഹീറ്റിനെയാണ് വാട്ടർ ആൻഡ് ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഒഴിവാക്കുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും ആ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഫയറിനെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇത് ഓക്സിജൻ്റെ അളവിനെയും റെഡ്യൂസ് ചെയ്യും. വാട്ടർ ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷർ മെയിനായിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തു തരുന്നത് ഹീറ്റിനെയും അതുപോലെ തന്നെ ഓക്സിജനെയും കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ വാട്ടർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ക്ലാസ് എ ഫയറുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരിക്കലും ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് സി, ഈ 2 ടൈപ്പിൽപ്പെട്ട ക്ലാസിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് സിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലാസ് സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ വാട്ടറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഡ്രൈ പൗഡർ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. They extinguish the fire by separating the fuel from the oxygen element or by removing the heat element of the fire triangle. However,
Dry powder extinguishers are for class D or combustible metal fires only. They are ineffective on all other classes of fires. എന്താണ്? കത്തിക്കൊണ്ടിരിക്കുന്ന ഫയറിൽ നിന്നും ഓക്സിജനെ അല്ലെങ്കിൽ ഹീറ്റ് എലമെൻറ്റിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തു തരുന്നു ഡ്രൈ പൗഡർ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഈ ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ക്ലാസ് ഡി അല്ലെങ്കിൽ കമ്പസ്റ്റബിൾ മെറ്റൽ ഫയേഴ്സ് ഇതിന് മാത്രമേ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലാസ് ടൈപ്പ് ഫയറിനൊന്നും നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫയർ ട്രയാങ്കിളിൽ നിന്നും ഹീറ്റിനെയും അതുപോലെ തന്നെ ഓക്സിജൻ്റെ പ്രസൻസിനെയുമാണ് നമുക്ക് ഡ്രൈ പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ എക്സ്ക്ലൂഡ് ചെയ്ത് തരുന്നത്. അടുത്ത ടൈപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. കാർബൺ ഡയോക്സൈഡ് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. Carbon dioxide fire extinguishers extinguish fire by taking away the oxygen element of the fire triangle and also be removing the heat with a very cold discharge. Carbon dioxide can be used on Class B and Class C fires. They are usually ineffective on Class A fires. എന്താണ് കാർബൺ ഡയോക്സൈഡ് ഫയേഴ്സ്? നമുക്ക് ഫയർ ട്രയാങ്കിളിൽ നിന്നും ഹീറ്റിനെയും അതുപോലെ തന്നെ ഓക്സിജൻ എലമെൻറ്റിനെയുമാണ് എക്സ്ക്ലൂഡ് ചെയ്ത് തരുന്നത്. അതായത് തീ കത്താൻ ആവശ്യമായ 3 ഘടകങ്ങളിൽ നിന്നും ഹീറ്റിനെയും ഓക്സിജനെയും നമുക്ക് ഒഴിവാക്കി തരുന്നതോടുകൂടെ നമുക്ക് ആ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി ഫയേഴ്സ്. അതായത് ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ്സ്, അതായത് നമ്മളെ പെട്രോൾ, ഡീസൽ, ഗ്രീസ്, ഓയിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ മൂലമുണ്ടാകുന്ന ഫയറിൽ നിന്നും, അതുപോലെ തന്നെ ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഫയർ. ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഈ ലിക്വിഡ് ഫ്യൂവൽസ് ഇത് മൂലമുണ്ടാകുന്ന ഫയറുകളിൽ നമുക്ക് വാട്ടർ അല്ലെങ്കിൽ അതർ ടൈപ്പ് പൗഡർ അങ്ങനത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്ലാസ് എ ഫയേഴ്സ് അതിലേക്ക് നമുക്ക് എന്ത് പറ്റില്ല? കാർബൺ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാർബൺ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് യൂസ് ചെയ്യുന്നത് ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി ഫയേഴ്സിലാണ്. നമ്മളെ 4th ക്ലാസിഫിക്കേഷനാണ് ഹാലൻ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ. Halogenated extinguishers include the halon agents as well as the newer and less ozone depleting halocarbon agents. They extinguish the fire by interrupting the chemical reaction and or removing heat from the fire triangle. Clean agent extinguishers are effective on Class A, Class B and Class C fires. അതായത് ഹാലജനേറ്റഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമുക്ക് ഹീറ്റിനെയാണ് മെയിനായിട്ട് ഫയർ ട്രയാങ്കിളിൽ നിന്നും ഒഴിവാക്കി തരുന്നത്. ഇതിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ടെട്രാക്ലോറൈഡും BCF-ഉമാണ് ഇതിലെ മെയിൻ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഹാലജനേറ്റഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ചെറിയ ലിക്വിഡ് ഫയേഴ്സിനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലാസ് സി ഫയേഴ്സിനാണ് ഹാലജനേറ്റഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ്. അപ്പോൾ നമുക്ക് 4 ടൈപ്പിലായിരുന്നു നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലെങ്കിൽ പ്രിലിമിനറി ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഗ്യാസ് കാട്രിഡ്ജ് ടൈപ്പും അതുപോലെ തന്നെ സ്റ്റോർഡ് പ്രഷർ ടൈപ്പും. ഈ ഹാലോജനേറ്റഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഈ 2 ടൈപ്പിലും നമുക്ക് ലഭ്യമാണ്. അതായത് ഗ്യാസ് കാട്രിഡ്ജ് ടൈപ്പിലും അതുപോലെ തന്നെ സ്റ്റോർഡ് പ്രഷർ ടൈപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഏജൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ 4 ടൈപ്പായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് വാട്ടർ ഓർ ഫോം, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഡ്രൈ പൗഡർ, മൂന്നാമത്തേത് കാർബൺ ഡയോക്സൈഡ്, നാലാമത്തേത് ഹാലജനേറ്റഡ്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം.